നന്ദി പറയുന്നു. അങ്ങനെ ഞങ്ങളെ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. സ്നേഹത്തിന് വേണ്ടി ജീവൻ പരിഗണിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് നിലവിൽ ചെയ്തിട്ടുണ്ടല്ലോ. പീലാത്തോസിന്റെ ഭവനം മുതൽ ഗാഗുൽത്താ വരെ കുരിശു പിടിച്ചുകൊണ്ടുള്ള അവസാന യാത്ര അങ്ങേ സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകടനമായിരുന്നു. കണ്ണുനീരിന്റെയും രക്തത്തിന്റെയും ആ വഴിയിൽ കൂടി വ്യാകുലയായി മാതാവിന്റെ പിന്നാലെ ഒരു തീർത്ഥയാത്രയായി ഞങ്ങൾ അങ്ങേ എന്താണ് നിങ്ങൾക്ക് ഇനിയും വേണ്ടത്? ഈ മനുഷ്യനിൽ ഞാൻ കുറ്റമൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞതല്ല. വിചാരണയ്ക്കായി ഹെറോദോസിന്റെ അടുത്തേക്ക് ഞാൻ ഇയാളെ അയച്ചതല്ലേ. ഹെറോദോസും ആവശ്യം മാനിച്ച് ഇവന് നാം 100 ചാട്ടവാറടി നൽകിയില്ലേ. ഇനിയും നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഒരു കൊടും കുറ്റവാളി ഞങ്ങളുടെ കയ്യിലായിട്ടുണ്ട്. നിങ്ങൾ തീരുമാനിക്കുക, ബറാബാസായിട്ടായിരിക്കണോ അതോ യഹൂദരുടെ വിശുദ്ധമെന്ന് കരുതുന്ന യേശുവിനെ Sí. നടക്കണോ? ചെല്ല് ചെല്ല്.
കുറച്ചുകൂടെ അങ്ങോട്ട് പോകാം നിങ്ങൾക്ക്. രാജാവ് ഇതാണ് രാജാവ് കണ്ടു കിടക്കണേ കണ്ട രാജാവിനെ കൊടുക്ക് നമ്മൾ പിടിക്കാനാ ഇവിടെ നിൽക്കണേ കാണിച്ചു കൊടുക്ക അടിക്ക് ഞാൻ നിർത്താൻ പറഞ്ഞോ അടിച്ചേ സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. പരിശുദ്ധനായ കുഞ്ഞുങ്ങളെ വർദ്ധിച്ചു. കണ്ണുനീരോടെ വിളിക്കുന്നവൻ സന്തോഷത്തോടെ പോയിരുന്നു. ഈ ലോകത്തിലെ നിസ്സാര സങ്കടങ്ങൾ നമുക്ക് നിത്യഭാഗ്യം ദാനം ചെയ്യുന്നു. മാതാവിന്റെയും സങ്കടത്തിന് കാരണം ഞങ്ങളുടെ പാപങ്ങളാണെന്ന് ഞങ്ങൾ അറിയുന്നു. അവയെല്ലാം പരിഹരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരേണമേ. അങ്ങോട്ട് എടുക്കണോ സ്പീഡുള്ള എടുക്കാൻ പറ്റില്ല. ഇത് കഴിഞ്ഞിട്ടോ ഇതൊക്കെ ഇത് അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ട് സമയം എടുക്കും. വീട്ടില് പിടിച്ചെടുക്ക് നീ പിടിച്ചോ അതെ നീ പുള്ളി പിടിക്കണ്ടേ പിടിച്ചോടാ പിടിച്ചു കൊടുക്കാവിനെ മാറ്
ഓശാനയായിട്ട് ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു അവരുടെ പശുപാലനത്തിൽ അവർക്ക് വിശ്വസിപ്പിച്ചു ശ്രമിക്കുന്നു. നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന ശബോലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു. ലോകപാപങ്ങൾ വെച്ചു കൊടുക്ക് രക്തത്തിലൊക്കെ പിടിക്കുന്ന വസ്ത്രങ്ങൾ ഉജ്ജ്വലിക്കപ്പെട്ടപ്പോൾ ദുസ്സഹമായ വേദന അനുഭവിച്ചു മനുഷ്യനെ ഒഴിഞ്ഞു മാറ്റി അങ്ങയുടെ നാമം പൂജിതമാകണം അങ്ങയുടെ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയാം. രണ്ട് കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിലായിരുന്നു. ഇതാ നിന്റെ മകൻ നമ്മയോട്, ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോട്. എന്റെ പിതാവേ, അങ്ങേ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്നറിയി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യനിരുണ്ട് 3 മണിവരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോയി. ഭൂമിയിൽ പാറകൾ പിളർന്നു പ്രധാനമായി തുറക്കപ്പെട്ടു. ഈ മനുഷ്യനിലാപത്തിൽ നീതിമാനായിരുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടതിരുന്നവർ മാർപ്പിച്ചു മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദീസയുണ്ട്, അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവേ, അങ്ങ് ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലി അങ്ങ് പൂർത്തിയാക്കി. ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ആകയാൽ അങ്ങേ പകൽ എന്നെ മഹത്വപ്പെടുത്തണമേ. സ്വർഗ്ഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു, പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂദന്മാർ പറഞ്ഞു. എന്തെന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. കിടക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കണങ്കാലുകൾ തകർത്തു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല.
കുന്തം കൊണ്ട് അവിടുത്തെ ആർക്ക് വിവരിക്കാൻ കഴിയും? ഉണ്ണിയായി പിറന്ന ദേവകുമാരനെ ആദ്യമായി കൈയെടുത്തത് മുതൽ ഗാഗുൽത്ത വരെയുള്ള സംഭവങ്ങൾ ഓരോന്നും അങ്ങേ ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു. അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർത്ത് ജീവി അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ഇവരോടും നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.